നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ പാലോട് രവി ഉണ്ടാക്കിയ വിവാദം തലവേദന ചില്ലറയല്ല. എന്നാൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും പാലോട് രവിമാർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിലെ 14 ജില്ലകളിലും പാലോട് രവിയെ പോലെയുള്ള നേതാക്കൾ അസ്വസ്ഥരാണ്. കോൺഗ്രസിൻ്റെ അടിത്തട്ടിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് രണ്ടാം നിര നേതാക്കൾ ഉയർത്തുന്നത്. തൃശ്ശൂരിലെ DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന യതീന്ദ്രദാസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പും പുറത്തു വന്നിരുന്നു. ഏതെങ്കിലും ബ്ലോക്ക് ഭാരവാഹികൾക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റിനും DCC ഭാരവാഹികൾക്കും നെഞ്ചിൽ കൈവച്ച് പറയാമോ, ഞങ്ങളുടെ ഭാര്യമാരോ മക്കളോ ആരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തല്ല എന്ന്? കാരണം കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തു എന്നല്ല, കോൺഗ്രസ്സുകാരുടെ വീട്ടിലുള്ളവർ പോയി വോട്ട് ചെയ്തിരിക്കും. അതാണ് മുൻ DCC ജനറൽ സെക്രട്ടറി പറയുന്നത്. ഏതെങ്കിലും ഒരു ബ്ലോക്ക് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ബ്ലോക്ക് ഭാരവാഹിക്കോ DCC ഭാരവാഹിക്കോ ഒക്കെ നെഞ്ചിൽ കൈവച്ച് പറയാമോ തങ്ങളുടെ ഭാര്യയും മക്കളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തില്ല എന്ന്? ഈ ചോദ്യം തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കേരളത്തിലെ 14 ജില്ലകളിലും ഇത്തരത്തിലൊരു സംഭവവികാസം, ഒരു പ്രതിഭാസം രൂപപ്പെടുന്നുണ്ട് കോൺഗ്രസിൽ. കോൺഗ്രസിൻ്റെ പാർട്ടി വോട്ടുകൾ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും. എന്നാൽ കോൺഗ്രസിൻ്റെ അനുഭാവി വോട്ടുകൾ എവിടെ പോകും? അത് BJPയിലേക്ക് പോകുമോ? പാലോട് രവി സംശയിച്ചതും യതീന്ദ്രദാസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും അതുതന്നെയാണ്. കാരണം കോൺഗ്രസിൻ്റെ അനുഭാവ വോട്ടുകൾ BJPയിലേക്ക് കൂടുമാറിയാൽ പിന്നെ ഈ കളിക്കുന്ന കളിയൊന്നുമല്ല. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം സമാഹരിച്ചതുകൊണ്ട് കോൺഗ്രസും UDFും കയറി വരണമെന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ ചില പ്രത്യേക മേഖലകളിൽ UDFിനും കോൺഗ്രസിനും ഒരു മുൻതൂക്കം പ്രദാനം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് നായർ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ കോൺഗ്രസിനും UDFിനും ലഭിക്കണം. അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗക്കാർ ഏതാണ്ട് 10% കേരളത്തിലുണ്ട്. അവരുടെ വോട്ടുകൾ പലപ്പോഴും കോൺഗ്രസിനും UDFിനും ലഭിക്കാറില്ല. ഇതൊക്കെയാണ് പാലോട് രവിയും യതീന്ദ്രദാസും ഒക്കെ പറയുന്നതിൻ്റെ അന്തരാർത്ഥങ്ങൾ. ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക? ഭരണവിരുദ്ധ വികാരം മാത്രം മുന്നിൽ നിർത്തി ഇത്രയ്ക്കധികം വോട്ട് കോൺഗ്രസിനും UDFിനും ലഭിക്കുമോ? 100 സീറ്റ് കിട്ടാൻ തക്ക വോട്ടിംഗ് ശതമാനം കോൺഗ്രസിനും UDFിനും ലഭിക്കുമോ എന്നുള്ള ചോദ്യം വളരെ ന്യായമായ സംശയമാണ് ഈ രണ്ടാം തരത്തിലുള്ള നേതാക്കൾ അല്ലെങ്കിൽ DCC ഭാരവാഹികളും മറ്റുമൊക്കെ ഉയർത്തുന്നത്. ഇതിനെക്കുറിച്ച് കോൺഗ്രസ് കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും വേണം. എല്ലാ ജില്ലകളിലും ഇതുപോലെ അസംതൃപ്തരായ നേതാക്കൾ, രണ്ടാം നിര നേതാക്കൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ട്. കാരണം 60 മണ്ഡലങ്ങളിൽ BJP ശക്തി കാണിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നിരിക്കെ ഈ 60 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് എങ്ങനെ വിജയിച്ച് കയറുമെന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ആ ചോദ്യം അത്ര നിസ്സാര ചോദ്യമല്ല. കാരണം അവർക്കറിയാം, താഴെ തട്ടി പ്രവർത്തിക്കുന്നവർക്കറിയാം എങ്ങനെയാണ് വോട്ടുകൾ തിരിഞ്ഞു പോകുന്നതെന്നും. അതുകൊണ്ട് തന്നെയാണ് പാലോട് രവി പറഞ്ഞതും യതീന്ദ്രദാസ് പറഞ്ഞതും ഇനി പറയാനിരിക്കുന്നതുമെല്ലാം BJPയിലേക്ക് തങ്ങളുടെ വോട്ടുകൾ കൂടുമാറി പോകുന്നത് അത്ര സുഖകരമായ കാര്യമല്ല, അതിനെ പിടിച്ചു നിർത്തുക അത്ര എളുപ്പവുമല്ല എന്ന് ഈ നേതാക്കൾ പറയുന്നു. എല്ലാ ജില്ലകളിലും ഇതുപോലെ പാലോട് രവിമാർ ഭയപ്പെടുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കേണ്ട നിഷ്പക്ഷ വോട്ടുകൾ BJPയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ മാറിപ്പോകുമോ? അങ്ങനെ മാറിപ്പോയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ കഴിയും UDFിന്? 2026 തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനും UDFിനും ഒരുപക്ഷെ അവർ അറിയാതെ തന്നെ, അതിൻ്റെ നേതൃത്വം അറിയാതെ തന്നെ ചില അടിയൊഴുക്കുകൾ ഓരോ മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ള സൂചനയാണ് പാലോട് രവിമാർ നൽകുന്നത്. പാലോട് രവിമാരുടെ ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മുങ്ങാനാണ് സാധ്യത.